കാലങ്ങളായിട്ടുള്ള തുമ്മല്, മൂക്കൊലിപ്പ് പോലുള്ള അലർജിന്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡോക്ടറെ പോയി കാണിക്കാറുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒഴിവാക്കുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് ഈ രണ്ട് സാധനം ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾ അലർജി പൂർണ്ണമായിട്ടും മാറുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അലർജി കാരണം നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഇൻഫ്ലമേഷൻ കൂടുതലാണ്. അതുമൂലമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, തുമ്മല്, മൂക്കൊലിപ്പ് പോലുള്ള അലർജിന്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നത്. അപ്പൊ നമ്മൾ ഈ തണുത്ത പദാർത്ഥങ്ങൾ, തണുത്ത ജ്യൂസ് ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, തണുപ്പ് കംപ്ലീറ്റ്ലി ഈ മരുന്ന്, അലർജിന്റെ മരുന്ന് എടുക്കുന്ന സമയത്തെങ്കിലും തണുത്തത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഓൾറെഡി ഉണ്ട്. തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഈ ഇൻഫ്ലമേഷൻ പിന്നെ കൂടുകയും ചെയ്യുന്നത്. അപ്പൊ അലർജിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നെയും കൂടി വരും. അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടതാണ്, നമുക്ക് മൂക്കൊലിപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മൂക്കൊലിപ്പുള്ള സമയത്ത് നമ്മൾ വിക്സ്, ടൈഗർ ബാം, അമൃതാഞ്ജലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മൂക്ക് ഒലിപ്പ് നിന്നിട്ട് പെട്ടെന്ന് ഈ കഫം പുറത്തോട്ട് പോകാത്ത അവസ്ഥ വരുന്നുണ്ട്. അത് സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ അത് ഭാവിയിലോട്ട് ഈ അലർജികൾക്ക് മൈഗ്രെയിൻ വരാനും ഇത് കാരണമാവുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അലർജി പൂർണ്ണമായിട്ട് മാറുള്ളൂ. അപ്പൊ അലർജിക്കാരൊന്ന് ശ്രദ്ധിച്ചേക്കട്ടോ.